മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ വൈശാഖ് സംവിധാനം ചെയ്യുന്ന മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മാസ് ത്രില്ലർ. ഇത്രയും മതിയായിരുന്നു ടർബോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ. നിന്നെ നാട്ടുകാർ എന്നതാ വിളിക്കുന്നത്? എന്നാ ജോസാടാ? ടർബോ ജോസ്. തമിഴ്നാട്ടിൽ ഒരു ദീപാവലി രാത്രി ഒരു മർഡർ നടക്കുന്നു. ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംഭവം. അവിടെ നിന്ന് പടം നേരെ വരുന്നത് ഇടുക്കിയിലേക്ക്. മമ്മൂക്കയുടെ ഇൻട്രോ സീൻ. വളരെ സിമ്പിളായ ഒരു സ്ക്രീൻ ഇൻട്രോ. അമ്മച്ചിയോടൊപ്പം അനുസരണയുള്ള ഒരു കൊച്ചുകുട്ടിയെ പോലെ നടന്നു വരുന്ന ജോസ്. ഈ ലോകത്ത് ജോസിന് പേടിയും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളത് ജോസിൻ്റെ അമ്മച്ചിയോടാണ്. പുള്ളി ഇടുക്കിയിലെ ഒരു അച്ചായനാണ്. അച്ചായൻ എന്ന് പറഞ്ഞാൽ നല്ല ഇടിവണ്ടി അച്ചായൻ. ഇടുക്കിക്കാരുടെ ജോസേട്ടൻ, ടർബോ ജോസ്. എന്തുകൊണ്ട് ഈ പേര് വന്നു എന്ന് ചോദിച്ചാൽ പടം കണ്ടു തുടങ്ങുമ്പോഴേ അത് മനസ്സിലാവും. ഇടവകപ്പള്ളിയിൽ പെരുന്നാളാണെങ്കിൽ ജോസേട്ടൻ്റെ അടി ഉറപ്പാണ്. അങ്ങനെ ഒരു പെരുന്നാളിന് ടർബോ ജോസിൻ്റെ വക ഒരു വെടിക്കെട്ടോടുകൂടി സിനിമ തുടങ്ങുന്നു. സിനിമയിലെ ആദ്യത്തെ ഫൈറ്റ് സീൻ. പക്ഷേ ഈ അടിയെ തുടർന്നുണ്ടാകുന്ന ഒരു സംഭവം ജോസിനെ ഇടുക്കിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. ചെന്ന് കയറുന്ന സ്ഥലം ചെന്നൈ, തമിഴ്നാട്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സംഭവം ജോസുമായി കണക്റ്റ് ആവുന്നിടത്ത് ഇൻ്റർവൽ ബ്ലോക്ക്. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങൾ സിനിമ കണ്ടു തന്നെ ആസ്വദിക്കാൻ ഉള്ളതായതുകൊണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല. സിനിമയിൽ പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ. ഒന്നാമത് മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എനിക്കെടുത്ത് പറയാൻ തോന്നിയത് മറ്റൊരാളെ പറ്റിയാണ്. അതെ, ടർബോയിൽ കൊടൂര വില്ലനായി മലയാള സിനിമയിലേക്ക് ഒരു എൻട്രി നടത്തിയിരിക്കുന്ന രാജ് പി ഷെട്ടി. ഈ നഗരത്തിൽ നടക്കുന്ന പല വൻ ഡീലുകൾക്ക് പിന്നിലും ഇന്ന് ഈ പേര് കേൾക്കുന്നുണ്ട്. 8 പേരാണ് ഇതിന് പിന്നിലെങ്കിൽ ഒരൊറ്റയാളും ജീവനോടെ ബാക്കി കാണില്ല. എനിക്കൊന്ന് തലയിലോട്ട് കയറാത്തോണ്ട് ചോദിക്കുക, നിങ്ങൾ എല്ലാവരും കൂടെ എന്നാ പൊന്നാപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? വി ഗോട്ട് ഹിം. സീ യു സൂൺ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇനി നമ്മൾ തമ്മിൽ കാണില്ല. കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് രാജ് ബി ഷെട്ടി. ടർബോയിൽ വരുമ്പോൾ പുള്ളിയുടെ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ചിത്രത്തിൽ പ്രധാന വില്ലൻ വേഷമായ വെട്രിവേൽ ഷൺമുഖസുന്ദരമായി മമ്മൂക്കയോടൊപ്പം തന്നെ സ്ക്രീൻ പ്രസന്റേഷനും ഡയലോഗ് ഡെലിവറിയും കൊണ്ട് ഞെട്ടിച്ചു കളഞ്ഞു രാജ് ബി ഷെട്ടി. ഇനിയും കൂടുതൽ മലയാള സിനിമയിൽ കാണാൻ സാധ്യതയുണ്ടെന്ന് ആക്ഷൻ സീക്വൻസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുറത്തിറങ്ങിയ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ മാസ് മൂവി കൂടിയാണ്. ചിത്രത്തിലെ ടെക്നിക്കൽ സൈഡാണ് അടുത്തതായി എടുത്ത് പറയേണ്ടത്. വിഷ്ണു ശർമ്മയുടെ സിനിമാറ്റോഗ്രാഫിയും ക്രിസ്റ്റോ സേവിയറുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ആയപ്പോൾ ടർബോ എന്ന ചിത്രം മേക്കിങ്ങിൽ വളരെ മികച്ചതായി തോന്നി, പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങൾ. I just love this part. ചിത്രത്തിൽ അഞ്ജന ജയപ്രകാശ്, ബിന്ദു പണിക്കർ, ശബരീഷ്, ദിലീഷ് പോത്തൻ, ജോണി ആൻ്റണി, നിരഞ്ജന എന്നിവർ അടങ്ങുന്ന മലയാളി നടീനടന്മാർക്ക് പുറമെ തെലുഗു തമിഴ് സാന്നിധ്യമായ സുനിൽ, നാമോ നാരായണൻ, കബീർ ദുഹൻ തുടങ്ങിയവരും അരങ്ങിൽ വേഷമണിയുന്നു. സിനിമയിൽ നെഗറ്റീവ് എലമെൻ്റായി എടുത്തു പറയാൻ കാര്യമായി ഒന്നുമില്ലെങ്കിൽ പോലും എനിക്ക് പേഴ്സണലായി തോന്നിയൊരു കാര്യം ടർബോ ജോസിൻ്റെ ഇൻട്രോ ഫൈറ്റ് സീൻ. ടർബോ ജോസ് അതുപോലെ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് ദ വെരി ഫസ്റ്റ് ഫൈറ്റ് തന്നെ ജോസിന് കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുന്ന എതിരാളിയെ കൊണ്ടുവരണമായിരുന്നു. അവിടെ ഒരു പാളിച്ച സംഭവിച്ചതുപോലെ തോന്നി. ഒരുപക്ഷെ ആ ഫൈറ്റ് സീൻ കഴിഞ്ഞുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഫാക്ടർ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നത് ന്യായീകരിക്കപ്പെട്ടേക്കാം. എന്നിരുന്നാൽ പോലും ഏറെ നാളുകൾക്ക് ശേഷം മമ്മൂക്കയുടെ ഒരു ഇടിപ്പടം കാണാൻ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലിരിക്കുന്ന ഒരു ശരാശരി പ്രേക്ഷകൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ടർബോ ജോസിൻ്റെ ഇൻട്രോ ഫൈറ്റ് തന്നെയാവും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ പറഞ്ഞ ഫൈറ്റ് സീൻ മാത്രമേ ഇങ്ങനെ ഡൗൺ ആയി പോയ ഒരു ഫീൽ തോന്നിയുള്ളൂ. കാർ ചേസ്, ബസ്സിലെ ഫൈറ്റ് സീൻ, പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, പിന്നെ ക്ലൈമാക്സ് ഫൈറ്റ്, അത് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിക്കുന്നത്. ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം. മൊത്തത്തിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വയലൻസ് ഒഴികെയുള്ള അഡൽട്ട് കണ്ടന്റുകൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടും ചെറിയ ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസും ചെറിയ കോമഡി എലമെൻസും ഒക്കെ ഉള്ളതുകൊണ്ടും ഫാമിലി ആയിട്ടും കാണാൻ സാധിക്കുന്ന ഒരു മാസ് ആക്ഷൻ ചിത്രം തന്നെയാണ് ടർബോ. സിനിമ കണ്ടവർക്ക് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും തിയേറ്റർ എക്സ്പീരിയൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഈസ് മെൻഡോസ് മീഡിയ സൈനിങ് ഓഫ്.